എന്ത് വന്നാലും ഇന്നതാണ് നിയമാവലി എന്നുണ്ടല്ലോ. ഇത് ഒന്നുമില്ലാത്തൊരു മേഖലയായിട്ട് ഇതിങ്ങനെ കിടക്കുന്ന എന്താ? സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഒരു പ്രതീക്ഷയോടെ ഇരിക്കുന്ന അവർ എന്താണ് ഈ പ്രതീക്ഷ? ആ ഒരു അവാർഡിൽ മറ്റെല്ലാ പ്രതിഷേധങ്ങളും കെട്ടടങ്ങുകയും ചെയ്യും. ഇതിനു മുമ്പ് ഒരു ജൂറിയിലിരുന്ന എനിക്കൊന്നൊരു സിനിമയുടെ ഡയറക്ടർ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു നാഷണൽ അവാർഡ് രാഷ്ട്രീയത്തിന് മേളാണ്. ആ ജൂറിയുടെ തീരുമാനമാണ് അന്തിമം, അതും സമ്മതിക്കുന്നു. പക്ഷെ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അപ്പം അതിൻ്റെ പലർക്കും തോന്നുന്നത് എന്താ ഒരു പൈസ വാങ്ങിച്ചല്ലേ അവരിക്കുന്നത്, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ആണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയം എന്ന വാക്ക് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. സിനിമയ്ക്ക് പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. അത് ചേച്ചിയുടെ ചോദ്യം അത്ര പ്രസക്തമായിരുന്നു. ആ ചോദ്യം ചേച്ചിയെ പോലെ ആൾ ഉന്നയിച്ചില്ലെങ്കിൽ ഉന്നയിക്കാൻ ആളുമില്ലാത്ത ഒരു കോമഡി ക്യാരക്ടർ ഒക്കെ കോമഡി ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു എന്നും പറഞ്ഞ് പിറ്റേന്ന് തന്നെ തിരിച്ചു വന്നു. പിന്നെ സുഖങ്ങൾ കലവച്ചേച്ചിട്ട് നരുന്നുപോലെ കൊച്ചിനാണോ എൻ്റെ ജോഡിയായിട്ട് കൊണ്ടുവന്നിട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല, എനിക്ക് അവരെ പരിചയമുണ്ട്, ഞാൻ ടൈറ്റില്ല വന്ന എന്നെ ടൈം അല്ല ഇത് തൊന്തറവ് പണ്ണാതെ. അയ്യോ, ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് 25. വീട്ടിൽ ഇരിക്കുന്നവർക്കും വിവരമില്ലേ? കഷ്ടം. ഒരു ദിവസം അങ്ങ് മാറ്റി വെക്കുക, പ്ലേറ്റ് മറിക്കുന്ന പോലെ. ഇത് ഒരേ മുഖം വെച്ച് പറയും. മമ്മൂക്ക ഏറ്റവും സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു പടം. മമ്മൂക്കയുടെ സിനിമകളിൽ ഒരു നിറക്കൂട്ടിലങ്ങാണ്ട് മുട്ട അടിച്ചിട്ട് ആ മുടി വളർന്നു വരുന്നേ ഉള്ളൂ. അവസാനമായിട്ട് ആ ഒരു ക്രെയിൻ പോകുമ്പോഴുള്ള ലാലേട്ടൻ്റെ ആ ഇരിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ എപ്പോഴും സിഗ്ഗാവുന്നൊരു ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസൻ്റായിട്ട് നിൽക്കുന്ന ഒരു നടൻ പടത്തിൻ്റെ പകുതിയിൽ മരിച്ചിട്ടും ആ സിനിമ നിലനിർത്താൻ വേണു നാഗവള്ളിക്ക് കഴിഞ്ഞു. പിന്നെ ഒരാഗ്രഹമുണ്ട്, നല്ല ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്നവർക്ക്, അത് നായിക ആയിക്കോട്ടെ സബ് ക്യാരക്ടർ, അവളുടെ പേരിൽ ഒരു അവാർഡ് ഉണ്ടാകണം എന്നൊരാഗ്രഹമുണ്ട്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. കുറേ ദിവസങ്ങളായി ഞാൻ ഉർവശി ചേച്ചിയെ തേടി നടക്കുന്നത്, പക്ഷെ ഇന്ന് എനിക്ക് കിട്ടി. ചേച്ചി ഒത്തിരി സന്തോഷം. ആദ്യം അഭിനന്ദനങ്ങൾ. താങ്ക് യു. അവാർഡുകൾ ഇങ്ങനെ വാങ്ങും തോറും റെസ്പോൺസ് കൂടുകയാണ്. ഈ അവാർഡിന് ഏറ്റവും 2 പ്രാവശ്യം കിട്ടുമ്പോഴും ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വനിതയുടെ അടുത്ത് വാങ്ങിയൊരു ഭാഗ്യം, അതും വലിയ ഭാഗ്യമാണ് അല്ലേ? ഞാൻ പറഞ്ഞ റെസ്പോൺസ് കൂടുകയാണ്. നിമിഷം എന്ത് തോന്നുന്നു? തീർച്ചയായും ഹൈദർ പറഞ്ഞതാണ് അതിൻ്റെ ശരി. നമുക്കൊരു ഉത്തരവാദിത്വം കൂടുന്നു എന്ന് വരുമ്പം നമ്മളത് കൂടുതൽ ഗൗരവമായിട്ട് കണക്കാക്കും. എപ്പോഴും ഞാൻ എൻ്റെ ജോലി അങ്ങനെ തന്നെ കണക്കാക്കിയിട്ടുള്ളൂ. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു അംഗീകാരങ്ങൾ ഇങ്ങനെ കൂടുതൽ കിട്ടുമ്പോൾ അതിൽ നിന്നൊട്ടും പുറകോട്ട് പോകരുതല്ലോ എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന സിനിമകൾ അതൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെന്നുള്ളൊരു ചിന്തയുണ്ട്. സെലക്ഷൻ എപ്പോഴും ഉണ്ടാവും. അത് പണ്ട് മുതലുള്ളതാണ് ചേച്ചിക്ക്? ഉണ്ട്. എന്തെങ്കിലും വെറൈറ്റി ക്യാരക്ടേഴ്സ്, ചെയ്യാത്ത റോളുകൾക്ക് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് ഇപ്പോഴൊക്കെ. നമ്മൾ അതിൽ ചെയ്തു അതുപോലെ ഇത് എന്നുള്ളതല്ലാത്ത അങ്ങനെയുള്ളതും ആകാം. കാരണം ആ പഴയ എൻ്റെ സിനിമകളെ പോലെയുള്ള ചില സിനിമകൾ ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെടുന്നു എന്ന് വരുമ്പോൾ നമുക്കതും ആവാം. പക്ഷെ എങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത റോളുകളോടാണ്. അപ്പം അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നൊരു പടം ആശ എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടം തോന്നിയത് അത്രയും വെറൈറ്റി ആയിട്ടൊരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ്. ഈ അവാർഡ് കിട്ടുന്ന സമയത്ത് ചേച്ചിയുടെ ഒരു യാത്ര അല്ല, അവാർഡ് വാങ്ങാൻ പോന്നു, എനിക്ക് തോന്നുന്നു വളരെ സന്തോഷവതിയായി പോയി. അവാർഡ് വാങ്ങിയതിന് പിന്നീട് പ്രതികരിക്കുന്നു, അവിടെ നിന്ന് പ്രതികരണം നടത്തുന്നു. ചേച്ചിയുടെ മനസ്സിൽ ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം തോന്നി എന്തായിരുന്നു? ഈ പ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ കൃത്യമായിട്ടിപ്പം ഓരോ സിനിമയും എൻ്റെ നല്ല സിനിമകൾ വരുമ്പോൾ ഹൈദരാകട്ടെ അതുപോലെ എൻ്റെ അഭ്യുദയകാംക്ഷികളും എന്നോട് സ്നേഹമുള്ളവരും എൻ്റെ സിനിമ കാണുന്നവരൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുമല്ലോ ചില കാര്യങ്ങൾ. അതുപോലെ ഈ സിനിമയ്ക്കും ഉണ്ടായി. അപ്പോൾ പറയുന്നവരെല്ലാം പറഞ്ഞതിൽ നിന്നും വിഭിന്നമായിട്ട് ഞാൻ ചിന്തിച്ചു ഇതിങ്ങനത്തെ ഒരു അവാർഡ് തന്നെ ആവുമെന്ന്. അപ്പോൾ ആ പ്രതീക്ഷിച്ച അവാർഡ് തന്നെ കിട്ടി. പിന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് ഹൈദർ പറഞ്ഞതുപോലെ തന്നെ 2 പ്രഥമ വനിതകളിൽ നിന്നും വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും അതാണല്ലോ അവിടെ വന്ന് കിട്ടുന്ന അവാർഡാണല്ലോ.
ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതിയതൊന്ന് ചോദിച്ചു പോയെന്നേ ഉള്ളൂ. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. ആ ചോദ്യം പിന്നീട് വലിയ ചർച്ച ചെയ്യപ്പെട്ടു. എപ്പോഴെങ്കിലും അങ്ങനെ ആവണ്ടേ ഹൈദര? കാരണം നമുക്കറിയുന്നില്ല ഒരു ബയലോ എന്താണെന്ന്. ഇപ്പോൾ അമ്മ സംഘടനയുടെ കാര്യം, അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ കാര്യം, കോളേജിൻ്റെ കാര്യം, ഒരു ഗവൺമെൻറ് ഓഫീസിൻ്റെ കാര്യം, എന്ത് വന്നാലും ഇന്നതാണ് നിയമാവലി എന്നുണ്ടല്ലോ. ഇത് ഒന്നുമില്ലാത്തൊരു മേഖലയായിട്ട് ഇതിങ്ങനെ കിടക്കുന്ന എന്താ? ഇന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പെട്ടുന്നു. അപ്പം നമ്മളൊരു ഫോം അയക്കുന്നു, ഇങ്ങനത്തെ കഥ, ഈ കഥാപാത്രത്തിന് ഞങ്ങളുടെ ടീം ഇതാണ് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അധികാരമുണ്ടോ? അല്ലെങ്കിൽ മാറി വരുന്ന ഈ പുരസ്കാര നിർണയ സമിതിയുടെ കാഴ്ചക്കനുസരിച്ച് മാറ്റാവുന്നതാണോ ബയലോ? അതറിയില്ലല്ലോ. അതറിയാനുള്ളൊരു ആകാംക്ഷ മറുപടി കിട്ടിയിട്ടില്ല. കിട്ടണം, തീർച്ചയായിട്ടും കിട്ടണം. അത് അടുത്ത വർഷം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഉള്ളൊഴുക്കം എന്നൊരു സിനിമയിൽ എന്തിനും അർഹതപ്പെട്ട അവാർഡാണ്. അതോടൊപ്പം തന്നെ പാർവതിക്കും അർഹതപ്പെട്ട അവാർഡ് അതിനകത്തുണ്ട്, 100%. നിങ്ങൾക്ക് 2 പേർക്കും അർഹതപ്പെട്ട അവാർഡാണ്. പക്ഷേ ചേച്ചി ചോദിച്ചൊരു ചോദ്യം പ്രസക്തം, എന്തുകൊണ്ട് വീതിച്ചു പോലും നൽകിയില്ല, ഒരു പരാമർശം പോലും നടത്താതെ പോയല്ലോ എന്നുള്ള ആ ദുഃഖം എല്ലാവർക്കും ഉണ്ട്. മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആ സിനിമ കണ്ടവർക്കുണ്ട്. അത് ചേച്ചിയുടെ ചോദ്യം അത്ര പ്രസക്തമായിരുന്നു. ആ ചോദ്യം ചേച്ചിയെ പോലെ ആൾ ഉന്നയിച്ചില്ലെങ്കിൽ ഉന്നയിക്കാൻ ആളുമില്ല കേരളത്തിൽ. അതെ, അത് തന്നെയാണ്. പിന്നെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഒരു പ്രതീക്ഷയോടെ ഇരിക്കുന്ന അവർ എന്താണ് ഇനി പ്രതീക്ഷ? ലീഡ് ചെയ്യുന്നവർ തന്നെ സപ്പോർട്ടിങ് വാങ്ങിച്ചുകൊണ്ട് പോയാൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ ചെയ്തിട്ട് നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുമായിരിക്കും. വല്ലപ്പോഴും അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്ന അവരുടെ പ്രതീക്ഷയ്ക്ക് എനിക്ക് വകയുണ്ടോ? അപ്പം അതിനൊക്കെ മറുപടി കിട്ടുമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ സർക്കാർ അത് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. പക്ഷെ രാഷ്ട്രീയമുണ്ട് അവാർഡ് നിർണ്ണയത്തിൽ. രാഷ്ട്രീയം ഈ ഇടയ്ക്ക് നമ്മുടെ സ്ഫടികത്തിൽ ഗമനിച്ച പയ്യനായിട്ട് ഗമനിച്ച രൂപേഷ് ഒരു നിർണ്ണയം പറഞ്ഞുകൊണ്ടായി, അവാർഡുമായിട്ട് രാഷ്ട്രീയം ഇതിനകത്തുണ്ട്, ഇതിലുണ്ട്. ഇതിനു മുമ്പ് ഒരു ജൂറിയിലിരുന്ന എനിക്കൊന്നൊരു സിനിമയുടെ ഡയറക്ടർ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നാഷണൽ അവാർഡ് എന്ന് രാഷ്ട്രീയത്തിന് മേളാണ്. അദ്ദേഹം ഒന്ന് BJP പ്രതിനിധിയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ തവണ അവാർഡ് നിർണ്ണയത്തിൽ വരുന്നു. അദ്ദേഹം ഇവർ 3 പേരും നിശ്ചയിച്ച ഒരു സിനിമയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഭൂരിഭാഷം പറയുന്നു അത് കൊടുക്കാൻ പാടില്ല. വലിയ വിവാദമുണ്ടായി കഴിഞ്ഞ തവണത്തെ അവാർഡിൽ. അങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് ചേച്ചിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്? ഇല്ല, വസ്തുതകൾ അറിയാത്ത കാര്യത്തിന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയം എന്ന വാക്ക് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. സിനിമയ്ക്ക് പുറകിലൊരു രാഷ്ട്രീയമുണ്ട്, ഒരു എന്താ പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. ആ വാക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. തിരിമറി നടത്തിയാൽ അതിൻ്റെ പേര് രാഷ്ട്രീയം എന്നാക്കാൻ പാടില്ല. മാറി വരുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് നിർണ്ണയിക്കുന്ന ഒരു പുരസ്കാര നിർണയ സമിതിയാണ്, അത് നിശ്ചയിക്കുന്നതാണ്. ആ ജൂറിയുടെ തീരുമാനമാണ് അന്തിമം, അതും സമ്മതിക്കുന്നു. പക്ഷെ അതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ, മാനദണ്ഡം എന്ത്, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. പിന്നെ ഇപ്പോൾ സംസ്ഥാനത്തായാലും പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിലായാലും ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. അതെ അതെ അതെ. പക്ഷെ സൗത്തിനോടുള്ള ഒരു സമീപനത്തിൽ പലപ്പോഴും ആവർത്തിക്കപ്പെടുമ്പോൾ അത് ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചു വെക്കേണ്ട. എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെ രീതി, ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നു, സത്യത്തെ എനിക്കറിയില്ല. അതുകൊണ്ട് ചോദിച്ചു പോയത്. ചേച്ചിയുടെ അടുത്ത് ഇതിന് ശേഷം ആരെങ്കിലും സംസാരിച്ചിരുന്നു? തീർച്ചയായിട്ടും. അപ്പം അതൊക്കെ വ്യക്തിപരമായതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല. എന്തായാലും സംസാരിച്ചു, തീർച്ചയായിട്ടും. അതാണ് ഏറ്റവും പറയേണ്ട പ്രശ്നം. ചേച്ചി ഒറ്റപ്പെട്ടു പോയെന്നൊരു ഭയപ്പാട് ഇല്ല. ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ശബ്ദം ഉയർത്തോളം ഞാൻ ചിന്തിച്ചിട്ടുമില്ല ഇതിന് നല്ല ഒരു കാര്യത്തിലും. കാരണം എനിക്ക് ശരി എന്ന് 100% തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ പലർക്കും തോന്നുന്നത് എന്താ ഒരു പൈസ വാങ്ങിച്ചല്ലേ അഭിനയിക്കുന്നത്, പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? ആണ്, പൈസ വാങ്ങിച്ച് തന്നെ അഭിനയിക്കുന്നത് നമ്മുടെ തൊഴിലാണ്. അതെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അർഹിക്കുന്ന ഒരു ഉയർന്ന പദവി കിട്ടിയില്ലെങ്കിൽ അത് ചോദിക്കണ്ടേ? അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് ഈ പദവി ഉയർച്ച കൊടുക്കാം എന്ന് ചോദിച്ചു പോയാൽ തനിക്ക് മാസം ശമ്പളം കിട്ടുന്നില്ലേ, PF ഇല്ലേ, അതില്ലേ, ഇതില്ലേ എന്ന് ചോദിക്കുന്നതാണോ? അതല്ലല്ലോ. ഇതിനൊരു നീതികേടെന്ന് തോന്നുമ്പോൾ ചോദിക്കുന്നവരെ അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയും. അത് ശ്രദ്ധിക്കാൻ സമയമില്ല. എനിക്ക് എപ്പോഴും ചോദിക്കുന്ന ആളല്ല ഞാൻ. അതെ അതെ. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. ചോദിക്കുന്ന കാര്യത്തിൽ പ്രസക്തമായ കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അത് മറുപടി തീർച്ചയായിട്ടും കിട്ടും, ഉണ്ടാവും. അത് വേണ്ട മറുപടിയാണ് എന്ന കാര്യത്തിൽ എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നു, എല്ലാ താരങ്ങളും ആഗ്രഹിക്കുന്നു. അതിന് മറുപടി
അടുത്ത വർഷമെങ്കിലും വിതരണത്തിലുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. അത് അവിടെ വെച്ച് നമ്മൾ ആ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. യാത്രകൾ വലുതാണല്ലേ, ചേച്ചിയുടെ യാത്രകൾ വലുതാണ്. എനിക്ക് ചേച്ചി പറഞ്ഞ പേഴ്സണലായിട്ട് രസകരമായ പേഴ്സണൽ എന്നാൽ പരസ്യമായിട്ട് പറഞ്ഞ ചേച്ചിയും ഹസ്ബൻഡും ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു അതെനിക്കൊന്ന് അറിയണമെന്നുണ്ട്. ചേച്ചി പണ്ടൊക്കെ ഇങ്ങനെ ചെന്നൈയിലേക്ക് പോകുന്ന സമയത്ത് ഒരേ ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്കുമാണ്, വണ്ടി കയറി ഉറങ്ങുള്ളൂ, വീട് പോലും അറിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഈ ആ വീട്ടിൽ കൊണ്ട് നിർത്തുക, അവിടെ നിർത്തിയിട്ട് അടുത്ത വീട് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ ഓണം നമ്മൾ പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ കിടക്കാണ്. ആ സന്ദർഭം ഒന്ന് ഓർത്തെടുക്കാവോ? ആ സന്ദർഭമില്ല. ഇപ്പോഴും എങ്ങനെയാണോ? ഇപ്പോഴും ഏകദേശം ഏറെക്കുറെ അങ്ങനെ തന്നെ. എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് പോകുന്ന മെയിൻ റോഡ്, കാരണം എനിക്കൊന്ന് ആർട്ടിസ്റ്റുകൾ പലരും പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മൾ സേഫായിട്ട് നമ്മളുള്ള വണ്ടികളിലാണല്ലോ നമ്മൾ ജീവിതത്തിൽ യാത്ര ചെയ്തിട്ടുള്ളത്. ലൊക്കേഷൻ അറിയാവുന്ന ഡ്രൈവേഴ്സാണ്. ചിലപ്പോൾ എൻ്റെ വണ്ടിയാവാം, ചിലപ്പം പ്രൊഡക്ഷൻ വണ്ടിയാവും. അവിടെ ഇരിക്കുന്നു, നമ്മൾ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകുന്നു. നമ്മുടെ ശ്രദ്ധയിൽ ഈ വഴി കണ്ടുവയ്ക്കണമെന്നുള്ളതൊന്നുമില്ല. ഇവിടെ നേരെ പോകുന്നു, AVM സ്റ്റുഡിയോയിൽ പോകുന്നു, സ്റ്റുഡിയോയുടെ നട ഇറങ്ങുന്നു, മേക്കപ്പ് റൂമിൽ പോകുന്നു, റെഡിയായി ലൊക്കേഷനെ കൊണ്ടുവിടുന്നു, അവിടെ പോകുന്നു, ശ്രദ്ധയില്ല. അപ്പോൾ ഈ ഒരു വീട് എൻ്റെ അമ്മയ്ക്കും അറിയത്തില്ലെന്നുള്ളത്. ഇതേ പണി എൻ്റെ അമ്മയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അന്തത്തെ ഫ്രണ്ട്സ് രോഹിണി, രേവതി, ഇവർക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് രോഹിണി, കലച്ചേച്ചി ഒന്നിച്ചഭിനയിച്ച കാലം മുതലൊക്കെ അറിയാം. ഒരു വക അറിയത്തില്ല. എൻ്റെ വീടിൻ്റെ ഞാനൊരു ഒറ്റയ്ക്ക് എപ്പോഴും യാത്ര ചെയ്യത്തില്ലല്ലോ, ഫ്ലൈറ്റിലും ഒന്നും യാത്ര ചെയ്തില്ല. അപ്പോൾ ഫോറിനിൽ നിന്ന് വന്നപ്പം എൻ്റെ അമ്മയ്ക്ക് ടിക്കറ്റ് അടുത്ത ഫ്ലൈറ്റിലായിപ്പോയി. അപ്പം ഞാൻ വന്ന് രാത്രി ഇറങ്ങി. ഈ കമ്മ്യൂണിക്കേഷനൊന്നും അന്ന് വേറെ നിവർത്തിയില്ല. അവിടുന്ന് ആരുടെയോ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അമ്മയും ഭാനുപ്രിയയും അവരൊക്കെ അടുത്ത ഫ്ലൈറ്റിൽ സ്റ്റക്കായിപ്പോയി. ആ പ്രോഗ്രാം ക്യാൻസലായിട്ട് വരിക. അപ്പം ഞാനും വിദ്യാസാഗർ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം കുറച്ച് പേരും ആദ്യത്തെ ഫ്ലൈറ്റിൽ വന്നിറങ്ങി. ഇവരൊക്കെ വണ്ടി ഇരിക്കുക. ഞാൻ പറഞ്ഞു വണ്ടി ഇരിക്കുക പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി അയക്കുമല്ലോ. വണ്ടി വന്നു. അവിടുന്ന് പ്രോഗ്രാമിൻ്റെ ആൾക്കാർ വിളിച്ച് പറഞ്ഞു. ഇത്തിരി ഇരുട്ടിയിട്ടാണല്ലോ ഫ്ലൈറ്റ് വരുന്നത്, ഒരു 11:30 മണിയൊക്കെ ആയി. അപ്പോൾ അവിടുന്ന് അന്ന് അനൗൺസ്മെൻ്റ് ആണ് എയർപോർട്ടിൽ. വണ്ടി നമ്പർ പറഞ്ഞാൽ അവർ വരും. വണ്ടിയുടെ നമ്പർ ഏതാ? ഞാൻ അതുവരെ എൻ്റെ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ച് വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു അതറിഞ്ഞൂടാ, ഉങ്ക വണ്ടി നമ്പർ ഉങ്ങൾക്ക് തെരിയാതാ, ഒന്നും അറിയത്തില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വരുമെന്ന്. ഉർവശി മേഡത്തിൻ്റെ വണ്ടി, അന്ന് ഉർവശി മേഡം ആയിട്ടില്ല, ഉർവശിയാണ്. ഉർവശിയുടെ വണ്ടി ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരണം. ഒത്തിരി പ്രായമുള്ള ആളാണ് ഡ്രൈവർ. അദ്ദേഹം വണ്ടിയുടെ കുറച്ച് കണ്ണാടി കയറ്റിയിട്ട് ഉറക്കവാ, അനൗൺസ്മെൻറ്റ് കേൾക്കുന്നില്ല. വണ്ടി നമ്പരും അറിയാൻ വയ്യ. എന്നെ വണ്ടി കോണ്ടസാ വണ്ടി. നോക്കിയപ്പോൾ കുറേ കോണ്ടസ് കിടപ്പുണ്ട്. എല്ലാത്തിലും പോയി എത്തി നോക്കുന്നുണ്ടായിരുന്നു. ഡ്രാമ ആയപ്പോൾ അയാൾ പറഞ്ഞു സാരമില്ല, നിങ്ങളുടെ ആ ഏരിയ അശോകനഗർ അറിയാവുന്ന ഇവിടുത്തെ ഡ്രൈവേഴ്സ് ഉണ്ട്. എന്നിട്ട് അവർ തന്നെ അറേഞ്ച് ചെയ്ത് ഒരു നല്ലൊരു പ്രായമുള്ള ഒരു അമ്മാവൻ്റെ വണ്ടി. എങ്കമ്മാ വീട് എന്ന് ചോദിച്ചു. കയറിയപ്പോൾ തന്നെ പുള്ളി ഇങ്ങനെ ഇതൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ അതുപോലെ തന്നെ ഞാനും ഈ ഇതെടുത്ത് തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ച് ഞാനും ബാക്കിയിരുന്നു. ഞാൻ പറഞ്ഞു താത്ത അശോക് നഗറിലാണ്. അശോക് നഗർ തന്നെ? ശരിമാ. പില്ലർ തന്നെ? ഞാൻ പറഞ്ഞ പില്ലർ എനിക്കറിയാം, കാരണം നോലും കൂടുന്നതാണ് അശോക് പില്ലർ. പില്ലറിൻ്റെ അവിടെ ചെന്ന് എങ്ങോട്ട് പോകണം? ഞാനിങ്ങനെ ആലോചിച്ചു. അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചു, ഊർവശി മേടം എங்கேயோ இருக்காங்க, அவங்க വീട് പക്കത്തിലെയാന്ന്. ഞാൻ പറഞ്ഞു അതെ, ഉർവശിയുടെ വീടിന് തൊട്ടടുത്ത എൻ്റെ വീട്. ശരി, പുള്ളി എന്നെ കൊണ്ടുപോകുന്നു. അപ്പോൾ എനിക്ക് വഴി മനസ്സിലായി. ഒരു പെട്രോൾ പമ്പിനോട് ചേർന്ന റോഡിൽ കൂടെ അകത്ത് എൻ്റെ റോഡ് ഞാൻ കണ്ടുപിടിച്ചു. നേരെ വന്ന് ലാസ്റ്റ് വീടാണ് എൻ്റെ, 19th Avenue ലാസ്റ്റ് വീട്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തെ വീട്. അതെ, 23 എൻ്റെ വീടിൻ്റെ നമ്പർ, 22 കൊണ്ടുവന്ന് നിർത്തുക. അപ്പം അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പുള്ളിക്ക് പൈസ കൊടുക്കണ്ടേ? പേഴ്സ് എടുത്തു. പൈസ എടുക്കാൻ നോക്കിയപ്പോൾ ആ സിംഗപ്പൂർ ഡോളർ മാറ്റി വെച്ചതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കാശില്ല. കാശ് കിടയാതെ അമ്മാ എന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തരാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ കയറുക. അമ്മ അങ്ങ് പോവാതീങ്ക, அது ஊர்வசி வீடுமா, அங்கே செக்யூரிட்டி இருப்பாங்க, உங்களை ஏதாவது பண்ணிட்டு வாங்க, இப்படி வாமா, 2-3 நாய் இருக்குதுல்ல. ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല, എനിക്ക് അവരെ പരിചയമുണ്ട്, ഞാൻ ഡൈറ്റില്ല വന്ന എന്നെ ടൈം ഇതെല്ലാം ഇത് തൊന്തരവ് പണ്ണാതെ. ഞാൻ പോയി ബെല്ലടിച്ചു. അയ്യോ ഇത് നമുക്ക് തൊന്തരവാ. പുള്ളി ഭയങ്കര പ്രശ്നമാക്കുക. മേളി ലൈറ്റ് വന്നു, എൻ്റെ അങ്കിള് മേളി വന്നു. പടിമുള ഇറങ്ങി വന്നു, പൈസ കൊടുത്തിട്ട് അദ്ദേഹം എൻ്റെ ആ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ നോക്കിയിങ്ങനെ. അയ്യോ ഇറങ്ങി പുള്ളി. അയ്യോ തനിച്ചെങ്ങും പോവല്ലേ, ഞാനായതുകൊണ്ട് കുഴപ്പമില്ല, അർദ്ധരാത്രി വഴി അറിയാതെ ഇങ്ങനെയാണോ കയറിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇനി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാഷ കുറേ വഴക്കും പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഒരുപാട്. പക്ഷേ മദ്രാസിൽ നിന്ന് വിട്ട് തിരിച്ച് മധുരയൊക്കെ പോകുന്നില്ലേ, അതൊക്കെ ഞാൻ പറയും.
അതെനിക്കറിയാം. ഔട്ട്ഡോർ ഷൂട്ടിന് എൻ്റെ വണ്ടിയിലാണല്ലോ പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഈ അമ്പലമുണ്ട് എൻ്റെ മേളിൽ, ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ തഞ്ചാവൂർ വരും. അപ്പോൾ ഭയങ്കര എൻ്റെ ഡ്രൈവേഴ്സിനൊക്കെ ഭയങ്കര അഭിമാനമാണ്. എല്ലാ റൂട്ടും പറഞ്ഞു എല്ലാ റൂട്ടും പറഞ്ഞില്ല. കാരണം അത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുമ്പം ഒരു അമ്പലമുണ്ട് ഇവിടെ, അതുകൊണ്ട് അതുവഴി പോകുമ്പോൾ നാണ്ട ഒരു പള്ളിയുണ്ട്, അതിനപ്പോൾ അങ്ങറ്റത്തൊരു ഹോട്ടലുണ്ട്. ആഹാരം കഴിക്കാൻ ഇറങ്ങിയെടുത്തുന്ന ഹോട്ടലുകളൊക്കെ നല്ല ഓർമ്മയുണ്ട്. വിശക്കുമല്ലോ ലോങ് ട്രിപ്പ്, ഈ ഹോട്ടൽ നല്ലതായിരിക്കും, ഇവിടെ നിർത്ത്, അതൊക്കെ പറയും. പക്ഷെ ലോക്കലിൽ ഇങ്ങനെ ഇപ്പോഴും ഉണ്ട് ഹൈദരാബാദ്. ഇപ്പോഴും ഉണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. ശിവചേട്ടൻ പറഞ്ഞ കാര്യം വേറൊന്നുമല്ല. ഇപ്പം ഞാൻ താമസിക്കുന്ന മദ്രാസിൽ എൻ്റെ വീട്ടിൽ ഞാൻ പോവും എന്നും ഒരു വഴി, ആ മെയിൻ റോഡിൽ പോയിട്ട് ശ്രീദേവി കുപ്പം മെയിൻ റോഡ്, അതുവഴി അകത്ത് പോയി കഴിഞ്ഞാൽ 2-3 റൈറ്റിൽ കൂടെ എൻ്റെ വീട്ടിൽ പോകാം. ലാസ്റ്റ് റൈറ്റിൽ പോയി തിരിഞ്ഞാൽ ഒറ്റ വഴിയാണ്. ഇങ്ങോട്ടൊരു റോഡ്, ഇങ്ങോട്ടൊരു റോഡ് പോയാൽ എനിക്കറിയാം എൻ്റെ വീട്ടിൽ നിന്ന്. ഞാൻ കണ്ടുപിടിച്ചു, എനിക്ക് ഓക്കെയാണ്. ചേട്ടൻ അപ്പുറത്ത് മെയിൻ റോഡിൽ നിന്ന് തന്നെ അതുവഴി ഒരു വഴിയെടുത്ത് ബാക്ക് സൈഡിൽ കൂടെ വരിക. നോക്കിയപ്പോൾ ആ ഏരിയയിൽ എൻ്റെ വീടേ ഉള്ളൂ, കേരള സ്റ്റൈൽ വീട്, നമ്മുടെ ചാരുപടിയും ഒക്കെ ഉള്ള. ഞാൻ പറഞ്ഞു, മോന് 3-3.5 വയസ്സേ ഉള്ളൂ, ആലോചിക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ നമ്മുടെ വീട് പോലെ ഒരു വീട്, ആരോ നമ്മുടെ വീട് കണ്ട് അതുപോലെ വെച്ചേക്കുകയാണ്. നോക്ക് മരത്തിൻ്റെ ഇടയിൽ കൂടെ നോക്ക്. അപ്പം എൻ്റെ മോൻ, അമ്മ ഒരു മണ്ടി അമ്മയായിപ്പോയല്ലോ അമ്മ അത് നമ്മുടെ വീടല്ലേ അമ്മ. ഞാൻ പറഞ്ഞു, നല്ല മക്കളെ, നമ്മുടെ വീടല്ല, നമ്മുടെ വീടിൻ്റെ അവിടെ ഇങ്ങനെയുണ്ട്, നോക്കുമ്പോൾ നമ്മുടെ പ്ലാവ് തോന്നി. ഇത് അപ്പുറത്തെ സൈഡിൽ അത് ആദ്യമായി ഇപ്പുറത്ത് വരുന്നു, മാറി വരുന്നു. അതൊക്കെ ജീവിതത്തിന്റെ ഓരോ കോമഡികൾ. അല്ല, അത് ഭയങ്കര കോമഡിയും സീരിയസോ, ഭയങ്കര സീരിയസാ. അതാണ് ഈ പുതിയ ഡ്രൈവേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷനിൽ നിന്ന് വഴി പറഞ്ഞു കൊടുക്കുക. ഇപ്പം എളുപ്പം ഒരു മാപ്പ്, അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും വിളിക്കാൻ എൻ്റെ സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞു കൊടുക്കും, പ്രശ്നമില്ല. പക്ഷെ അല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. അതൊരു ശ്രദ്ധിക്കുന്ന വലിയൊരു കഴിവായിട്ട് ഞാൻ അംഗീകരിക്കുക. ആ കാലഘട്ടം അങ്ങനെയായിരുന്നല്ലോ. ആ കാലഘട്ടമല്ല ഇപ്പോഴും. ഇത് ഞാൻ ഈ പറയുന്ന 2-3 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. 2-3 കൊല്ലം മുമ്പ് എല്ലാ സൗകര്യം ഉള്ളപ്പോഴും സ്ഥിരം പോകുന്ന വഴി തന്നെ പോകണം. ഒരു വഴി നിങ്ങളായിട്ട് പുതിയ വഴി ഇടയ്ക്ക് റോഡ് പണി കണ്ടൊന്ന് തിരിച്ചു വിട്ടാൽ പോയി. അതൊന്നും ചെയ്യാൻ പാടില്ല. ആ വഴി തന്നെ പോയി അതേ വീട് തന്നെ കാണിക്കണം, ബാക്ക് സൈഡിൽ കൊണ്ട് കാണിക്കണം. ഈ പണ്ടും ഇപ്പോഴും ഉള്ള ജീവിത ശൈലി ചേച്ചിക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? പണ്ടുള്ള യാത്രയും ഇപ്പോഴത്തെ യാത്രയും. അന്നൊരു ലൊക്കേഷനിൽ അടുത്ത ലൊക്കേഷൻ ഉറങ്ങാൻ പോലും സമയമില്ലാത്ത കാലഘട്ടമായിരുന്നു ചേച്ചിയുടെ. എല്ലാ ഹിറ്റ് സിനിമകൾ, ഹിറ്റ് സിനിമകൾ അല്ലാത്തൊരു സിനിമ കാലഘട്ടത്തിലില്ല. ഉർവശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഒരു നടിയാണ്, അല്ലെ? ഇന്നും സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആ ഹിറ്റ് കാലത്തു നിന്നും ഒന്ന് മാറി നിന്ന സമയങ്ങൾ ചേച്ചി എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു? ഒന്ന് മാറി നിന്ന് സിനിമകൾ കുറയുന്ന ഒരു സിറ്റുവേഷൻ, ചേച്ചി തന്നെ മാറിയിരിക്കുന്നു. ആ സമയത്ത് ചേച്ചിക്ക് എന്താണ് മനസ്സിലുണ്ടായ ഫീല്? അല്ലല്ല, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഔട്ട്ഡോർ യാത്രകൾ കുറച്ചു. എൻ്റെ മോള് ജനിച്ചപ്പോൾ ഒരുപാട് ദിവസം ഔട്ട്ഡോർ പോയി താമസിക്കാൻ പറ്റില്ല. 2.5 വയസ്സ് വരെ അവളെ കൊണ്ടുകിടന്ന് തന്നെ ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പം എനിക്ക് ഔട്ട്ഡോർ അധികം പോകാൻ പറ്റാതായി. എന്ന് വെച്ചാൽ കുറേ കൂടുതൽ ദിവസങ്ങൾ മാറി നിൽക്കുമ്പോൾ എനിക്ക് മാനസിക പ്രശ്നം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ ബോധപൂർവം കുറച്ച് അത്യാവശ്യം കുറച്ച് ദിവസങ്ങളൊക്കെയുള്ള വർക്ക് മതി, രാവിലെ പോവുക വൈകിട്ട് വരിക, അങ്ങനെ അങ്ങ് ആക്കുകയായിരുന്നു ഞാൻ. പക്ഷെ പിന്നെ സത്യേട്ടൻ വിളിച്ചു, നമ്മൾ വീണ്ടും ഇതിലോട്ട് വന്നു. എങ്കിലും ഞാൻ കുറച്ച് പടങ്ങൾ ചെയ്യും, ആവർത്തിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ വീണ്ടും പോകും. പിന്നെയും വീണ്ടും കുഴപ്പമില്ല, ഈ ക്യാരക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വരും, പിന്നെയും വരും. ഇപ്പോൾ ഒരു 3ാമത്തെ ഒരു വരവ് വന്നു. നിൽക്കുന്നുണ്ട്. അതെ, അല്ല, ഈ ജനറേഷൻ ഡയറക്ടേഴ്സ് കുറേ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ട്, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിലിംസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു, സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടുന്നു. അവരുമായിട്ട് വർക്ക് ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. എല്ലാം നല്ല അപ്ഡേറ്റ് ആയ ആൾക്കാർ, അതൊരു സന്തോഷം. ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ചാൽ ചേച്ചിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല? അങ്ങനെ പറയാൻ ഒക്കില്ല ഹൈദര. കാരണം എന്താ അറിയോ, എനിക്കൊന്നും അറിയാതിരുന്ന് ഞാൻ അഭിനയിച്ച മുന്താനെ മുടിച്ചപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം എനിക്ക് ഒട്ടും അഭിനയിക്കാനേ ഇഷ്ടമല്ല. എന്നും വീട്ടിൽ പോകണമെന്നും നിർബന്ധം പിടിക്കും. എന്നിട്ടും എന്നെ സഹിച്ചവരത് എടുത്തല്ലോ. അപ്പോൾ അത് ആണല്ലോ എൻ്റെ ഒരു എൻട്രിയും ഒക്കെ. ആ ഒരു അർത്ഥത്തിൽ അത് അന്നും ആ ക്യാരക്ടറിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. പിന്നെന്താ പറയുന്നത്, ഞാൻ അമ്മയായി കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ അച്ചുവിൻ്റെ അമ്മയായിരുന്നു. പിന്നെ അങ്ങോട്ട് എൻ്റർടൈൻമെൻറ്റ് മൂവീസായിട്ട് സകുടുംബ ശ്യാമള, ആ പാറ്റേൺ കുറേ സിനിമകൾ ചെയ്തു. അപ്പോൾ ഓരോ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സ് മാറും തോറും
നമ്മൾ കുറേ കൂടെ മെച്യൂർഡ് ആവും തോറും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറുകയാണ്. ഒരു കുറേ സിനിമകൾ നമ്മുടെ ഇഷ്ടപ്പെട്ട സിനിമകളുണ്ടാവും, പക്ഷെ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മളൊരു ഇഷ്ടത്തിൻ്റെ അവസാന വാക്കെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും പറയാൻ പറ്റില്ല. നായികയായിട്ട് ഒത്തിരി നായകന്മാരുണ്ടായി അല്ലേ മലയാള സിനിമയിൽ? എല്ലാവരുമായിട്ട് അഭിനയിച്ചു എനിക്ക് തോന്നുന്നു. ആ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവരെ കൂടെ അഭിനയിച്ചും കൂടെ വരാം. ആ കാലഘട്ടത്തിൽ എപ്പോഴും എന്നോട് ശ്രീചേട്ടൻ പറഞ്ഞു, പറഞ്ഞു ശ്രീചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ശ്രീചേട്ടൻ്റെ നായിക എന്ന് പറഞ്ഞ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീചേട്ടൻ എവിടെയും പറയും അതിനപ്പുറത്തേക്ക് ഒരു അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടിയില്ല എന്ന്. ശ്രീചേട്ടൻ ഈ വയ്യാതിരുന്നപ്പോൾ പോയി ഇൻ്റർവ്യൂ എടുത്തപ്പോഴും ആ പേര് അന്നും പറയുന്നു, ഇന്നും പറയുന്നു. ചേച്ചിക്ക് ഒത്തിരി നായകന്മാർ വന്നിട്ടുണ്ട്. ചേച്ചിക്ക് എപ്പോഴും ഒരു നായകൻ്റെ പേര് പറയാനുണ്ടാവും? ഓരോ സിനിമയ്ക്കനുസരിച്ച് ആ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് മാറ്റം വരും. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ നോക്കുകയാണെങ്കിൽ ശ്രീനേട്ടനെ എനിക്കിഷ്ടം ശ്രീനേട്ടൻ്റെ ബ്രില്യൻ സ്ക്രിപ്റ്റാണ്. ആ ബ്രില്യൻ സ്ക്രിപ്റ്റിലും ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കണ്ടെത്താനുള്ള മാനറിസവും കാര്യങ്ങളും തിരിച്ചറിയാനുള്ള, അതാണ് ശ്രീനേട്ടനോടും സത്യേട്ടനോടും എനിക്ക് തോന്നുന്ന ഒരു പേഴ്സണലായിട്ടുള്ള സ്നേഹം. കാരണം അവരതിങ്ങനെ കണ്ടുപിടിച്ചെടുക്കുന്നു. ഒരു മാനറിസമൊക്കെ അത് നിസ്സാര കാര്യമല്ല. പിന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇത്രയും പ്രായമുള്ള നായികയെ മാത്രമല്ല, അതിൽ വരുന്ന പല ക്യാരക്ടേഴ്സിനെയും. അതെ അതെ. ഇപ്പം കുടുംബവിശേഷം എടുത്ത് നോക്കിയാൽ അതിൽ അംബികയുടെ ക്യാരക്ടർ ഒരു രീതി, ഫിലോമിന ആൻറ്റി വേറെ ഒരു രീതി, കബീർ പന്നമ്മ ആൻറ്റി വേറെ ഒരു രീതി. ഈ വെറൈറ്റി അത് സത്യേട്ടനും ശ്രീനേട്ടനും മിടുക്കരാണ്. പക്ഷെ ഞാൻ ചെയ്ത കൂടുതൽ സിനിമകളുടെയും സ്വഭാവം അനുസരിച്ച് അതിലെ നായകൻ ജയറാമാണ്. അപ്പോൾ എപ്പോഴും സിങ്കാവുന്നൊരു ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജയറാം തന്നെയായിരിക്കും. ഇപ്പോഴും ജയറാമിൻ്റെ കൂടെ കോമ്പിനേഷൻസ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കാരണം ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു കെമിസ്ട്രി എപ്പോഴും ജയറാമിൻ്റെ കൂടെയുള്ള സിനിമകൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. ആ ടേക്കിൽ അത് കാണിച്ചിരുന്നു, അത് മറക്കല്ലേ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. കാരണം മറ്റുള്ള ഹീറോസിന് ചിലപ്പോൾ നമ്മൾ ചിലത് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്നു തോന്നും. ലാലേട്ടനും അങ്ങനെയാണ് കേട്ടോ. ലാലേട്ടൻ്റെ സിനിമകളിൽ എപ്പോഴും മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് സ്പേസ് ഉണ്ടാവും. അത് വില്ലനായിക്കോട്ടെ, ജഗദീഷ് കുമാറിൻ്റെ കോമഡി ചെയ്യുന്ന ക്യാരക്ടർ ആയിക്കോട്ടെ, നെടുമുടി വേണുചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ആയിക്കോട്ടെ, കിലുക്കവും ചിത്രമൊക്കെ അവരെ ആസ് എ ഹീറോ ലാലേട്ടനും കൂടെ പ്രോത്സാഹിപ്പിച്ചതാണ്. അങ്ങനെയായി എല്ലാ സിനിമകളിലും ലാലേട്ടൻ ഫിലിംസിന് മറ്റ് ആർട്ടിസ്റ്റുകൾക്കൊരു സ്പേസ് ഉണ്ടാവും. അതുപോലെ ജയറാം നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അങ്ങനെ സ്പേസ് കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയാണ് അവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴല്ലേ നമുക്ക് ആ ഒരു പടം വിജയിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ മൊത്തം ടീമും വിജയിച്ചതുപോലെയാണത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഇഷ്ടമാണ് എനിക്ക്. ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച സിനിമ ഒത്തിരി സിനിമയുണ്ട്. എനിക്കൊന്നും ഇഷ്ടം ലാൽ സലാമാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ കഴിയാത്ത ആ സീൻ ലാൽ സലാമിലാണ്. അത് വല്ലാത്തൊരു സിനിമ ഇന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കളിക്കാം. ചേച്ചിക്ക് അതായിരിക്കും? എനിക്ക് ലാലേട്ടൻ്റെ സുഖമോ ദേവി വലിയ ഇഷ്ടമാണ്. കാരണം മോഹൻലാലിനെ പോലെ പ്ലസൻ്റായിട്ട് നിൽക്കുന്ന ഒരു നടൻ പടത്തിൻ്റെ പകുതിയിൽ മരിച്ചിട്ടും ആ സിനിമ നിലനിർത്താൻ വേണുനാഗവള്ളിക്ക് കഴിഞ്ഞു. ആ സ്ക്രിപ്റ്റ് കാരണം പെട്ടെന്നൊരു ഇടിവെട്ട് പോലെയാണ് ആ സീൻ പറയുന്നത്. സണ്ണി മരിച്ചു പോയി കേട്ടോ എന്ന് പറഞ്ഞിട്ട് റോഡിൽ ഒരു ആൾക്കൂട്ടം പോവുകയാണ്. അപ്പോൾ ഓഡിയൻസ് ഇങ്ങനെ സ്തംഭിച്ചിരുന്നു പോകും. പക്ഷെ ഒരിക്കലും ലാലേട്ടൻ്റെ ഓർമ്മകളിൽ നഷ്ടപ്പെടുത്താതെ അവസാനത്തെ ഫ്രെയിം വരെയും സണ്ണി സണ്ണി എന്ന് വിളിച്ച് ജീവിക്കുന്ന എവിടെയൊക്കെയോ പല ഷോട്ടുകളിലും വരുന്ന അതൊരു ബ്രില്യൻ ഫിലിമായിട്ട് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ ഫിലിംസിൽ. പിന്നെ ഞാൻ വർക്ക് ചെയ്തതിനെല്ലാം ഇഷ്ടമാണ്. ലാൽ സലാം ഇതിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ മലയാളത്തിലെ എന്താ പറയുന്നത് ഈ പഞ്ച് ഡയലോഗ് എന്നൊക്കെ പറയില്ലേ, അത് തുടങ്ങിയത് ലാൽ സലാമാണ്. കളി പഠിപ്പിക്കല്ലേ കണ്ണ മുതലാളി എന്ന് പറയുന്ന ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് അതിലെടുത്ത് പറയാനായിട്ട്. പിന്നെ ആഴത്തിൽ ഭരതം പോലത്തെ സിനിമകളാണ്. ഭരതം വളരെ വ്യത്യസ്തം. കാരണം കരയുന്ന നായികയെ ആശ്വസിപ്പിക്കുന്ന നായകനാണ് അതുവരെ നമ്മൾ കണ്ടത്. ഇത് ഇത്രയും വലിയൊരു ദുരന്തം വിദഗ്ധമായിട്ട് മറയ്ക്കാൻ നായകനെ പ്രേരിപ്പിച്ച് ആശ്വസിപ്പിക്കുന്നൊരു നായിക, അതൊരു വിസ്മയം തന്നെയായിരുന്നു. അവിടെയാണ് സിബി മലയിലിനെ പോലൊരു എന്താ പറയുന്ന ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഡയറക്ടർ, ലോഹിതദാസിനെ പോലെയുള്ള ഒരു ഡയറക്ടർ, അതേസമയം മോഹൻലാലിനെ പോലെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ആൻഡ് ഹീറോ. അതെ 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 അതെ. ഈ സിബിസാറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ അവിടെ എത്തി സിബിസാറിലേക്ക് എത്തുവാണ് നമ്മൾ. സിബിസാർ നമുക്ക് ഒരിക്കലും സിബിസാർ ചെയ്തു വെച്ച സിനിമകൾ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണല്ലേ. പിന്നെ ആ സിബിസാറിൻ്റെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ് ചേച്ചിക്ക് വലുതാണ്. എനിക്ക് സിബിസാറിൻ്റെ പരിപാടി നടന്നപ്പോൾ ഈ എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല ചേച്ചിക്ക്. നമ്മൾ സംസാരിച്ചാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സിബിസാറിൻ്റെ കൂടെയുള്ളൊരു യാത്ര ചേച്ചിക്ക്. ഇന്നും സിബിസാർ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, നിലനിൽക്കുന്നുമുണ്ട്. ഇനിയും നല്ല സബ്ജക്റ്റുമായിട്ട് വരണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ചേച്ചിക്ക് സിബിസാറുമായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയായിരുന്നു?
സിബിച്ചേട്ടൻ്റെ ഫസ്റ്റ് ഫിലിം ഞാൻ ഓഗസ്റ്റ് 1 നിങ്ങൾക്കറിയാം പടം. മമ്മൂക്ക ഏറ്റവും സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു പടം. മമ്മൂക്കയുടെ സിനിമകളിൽ ഒരു നിറക്കൂട്ടിലങ്ങാണ്ട് മുട്ട അടിച്ചിട്ട് ആ മുടി വളർന്നു വരുന്നേ ഉള്ളൂ. സൈഡിലേക്ക് പിടിച്ചിട്ട് പെരുമാൾ പോലീസ് ഓഫീസർ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കയുടെ അപ്പിയറൻസ് അതിൽ. അപ്പോൾ 2 ഫ്രണ്ട്സിൻ്റെ കഥയാണത്. അപ്പം അതിൽ ഞാനും കൽപ്പന ചേച്ചി 2 സ്ത്രീ കഥാപാത്രങ്ങളെ ഉള്ളൂ. ഇന്നസെൻറ്റിൻ്റെ ജോഡിയായിട്ട് കൽപ്പന ചേച്ചി, നടൻ സുകുമാരൻ്റെ പേരായിട്ട് ഞാനും. ഇതിന് 2നും പ്രാധാന്യമില്ല. സിബിച്ചേട്ടൻ്റെ പടത്തിൽ സ്ത്രീകൾക്കൊട്ടും പ്രാധാന്യമില്ലാത്ത ഒരു സിനിമയാണ്. അതിൻ്റെ കഥ എങ്ങനെയാണ്? അപ്പോൾ കൽപ്പന ചേച്ചി അവിടെ പോയിട്ട് തിരിച്ചു വന്നു. ആദ്യം കൽപ്പന ചേച്ചിയാണ് ഷൂട്ടിങ്ങിന് പോകുന്നത്. അപ്പോൾ അരവിന്ദമണിയാണ് പ്രൊഡ്യൂസർ. അദ്ദേഹം എൻ്റെ അച്ഛനും കുടുംബമായിട്ടൊക്കെ വലിയ ആത്മബന്ധമുള്ള ആളാണ്. പോയി കലചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പടത്തിൽ. അവിടെ ചെന്നിറങ്ങി ഇന്നസെൻറ്റിൻ്റെ ജോഡിയാണെന്ന് പറഞ്ഞു ഇത്രയും വലിയ പ്രായത്തിന് മൂത്ത ഒരാളുടെ ജോഡി, ഒരു കോമഡി ക്യാരക്ടർ ഒക്കെ കോമഡി ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു എന്നും പറഞ്ഞ് പിറ്റേന്ന് തന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞാണ് അപ്പോൾ അമ്മ ആകെ അപ്സെറ്റായി. കാരണം സിബിച്ചേട്ടൻ എന്ന് ആർക്കും അറിയത്തില്ല, പുതിയ ഡയറക്ടറാണ്. അരവിന്ദമണി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, കുടുംബമായിട്ട് അത്ര അടുത്ത് നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് വിഷമമായോ എന്തോ. കാരണം കഥയൊന്നും അറിയത്തില്ല നമുക്ക് ആർക്കും. അന്ന് സ്പോട്ടിൽ ചെല്ലുമ്പോൾ പറയുന്നല്ലാതെ സ്ക്രിപ്റ്റൊക്കെ ആർക്കറിയാം. പിന്നെ മമ്മൂട്ടിയുടെ ഒരു പടം. അപ്പോൾ അമ്മ പറഞ്ഞു മമ്മൂട്ടിക്ക് എന്ത് വിചാരിച്ച് കാണും, പിന്നെ സുഖുവാണ് അവിടെ അഭിനയിക്കാനുള്ളത്, സുഖുവിന് എന്ത് തോന്നിക്കാണും, അങ്ങനെ ചെയ്താൽ ശരിയായില്ല, അടുത്തത് ഞാൻ പോകണം 4 ദിവസം കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യമാണ്. കാരണം കലച്ചേച്ചി അഭിനയിക്കുമ്പോഴേ സുചേട്ടൻ്റെ ഒരു പടം അഭിനയിക്കുമ്പോൾ പിന്നെ സുഖങ്ങൾ കലച്ചേച്ചി കണ്ടത് നരുന്നുപോലെ കൊച്ചിനെയാണോ എൻ്റെ ജോഡിയായിട്ട് കൊണ്ടുവന്നിട്ടേക്കുന്നത്. അപ്പോൾ ഒട്ടും ശരീരമില്ല, മെലിഞ്ഞത്. അംബിക, സീമ, ശ്രീവിദ്യ, കനകദുർഗ, ശുഭ ഇവരുടെയൊക്കെ കൂടെ ഭയങ്കര ബിസിയായിട്ട് അഭിനയിക്കുന്നത്. ഇത്ര കോഴിക്കാലും ഒരു കാലും കൊണ്ട് അങ്ങോട്ട് നിന്ന് പാവടം ബ്ലൗസ് ഒക്കെ ഇട്ട് അയ്യോ ഇത് നേരിട്ട് പറയുന്ന ആളാണ് സുഖങ്ങൾ. അപ്പോൾ ചേച്ചി എന്തോന്നാ ചേച്ചി എൻ്റെ കൂടെ വന്ന് എങ്ങനെ ഇരിക്കും, ആനെ ആട് നിൽക്കുന്ന പോലെ തമാശയ്ക്ക് പറയുന്നതാ. പക്ഷെ എങ്ങനെയോ ആ പടം ഒപ്പിച്ചെടുത്തു. ചിത്ര ചേച്ചി ആ പടത്തിലാ പാട്ട് പാടിയേ ഫസ്റ്റ് പടം. അപ്പം അമ്മയ്ക്ക് ടെൻഷൻ. അതിനേക്കാൾ ഒരു വലിയൊരു രൂപം ഞാൻ ഒരു മന്ത്രിയുടെ ഭാര്യയാണെന്ന് പറയുന്നു. മിനിച്ചേച്ചി വന്നപ്പോൾ തന്നെ അവിടുന്ന് എന്താ പ്രശ്നമെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അല്ല, ഇങ്ങനൊരു പ്രശ്നത്തിലാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പം സുകുമാരൻ്റെ ജോഡിയായിട്ടാണ് ഉർവശി അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ നാച്ചുറലി ചോദിച്ചു പിന്നെ അരമ്മയുടെ മദ്രാസ് മാനേജരോട്, സുഖുവിന് അത് ഓക്കെ ആയിരിക്കുമോ ഒന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ചോദ്യവും ചർച്ചയും വന്നുകൊണ്ടായിരിക്കും ഞാൻ ചെന്ന് കഴിഞ്ഞത് എന്നെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല അദ്ദേഹം. കാരണം ഞാൻ ആ വെപ്രവാളത്തിലാണ് പോകുന്നത്. അപ്പം ഞാൻ നമസ്കാരം മാത്രം പറഞ്ഞ് ദൂരെ പോയിരിക്കും. അപ്പം ഞാൻ ഇരിക്കാതെ കുറേ നേരം ഇരുന്ന അവിടെ ഇരിക്കും, ഒന്നും സംസാരിച്ചില്ല ഞാൻ. പക്ഷെ അപ്പോഴും ആ പടം മദ്രാസിൽ പ്രിവ്യൂ ഇട്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നല്ല ഡയറക്ടറാണ് ഈ പയ്യൻ, നല്ല അതായത് വലിയൊരു ആർഭാടത്തോടെ എടുക്കേണ്ട ഒരു ആക്ഷൻ ത്രില്ലറാണത്. അതെന്ത് ഒതുക്കത്തിലെടുത്തു, എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. പിന്നെ സിബിച്ചേട്ടൻ്റെ ദൂരെ ദൂരെ ഒരു കൊടുകൂട്ടാം. സോൾട്ട് മാംഗോ ട്രീ നമുക്ക് മറക്കാനേ പറ്റില്ല. ഇന്നും സീസൺ അനുസരിച്ച് പല കോമഡിയും മാറി വന്നു. പക്ഷേ ഈ നിഷ്കളങ്കമായ കോമഡിക്ക് ഒരു മാറ്റവും ഇന്നില്ല. ഒരു ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തൊരു അധ്യാപകൻ ഉപ്പ് മാവ് സോൾട്ട് മാംഗോ ട്രീ, നമുക്ക് വരെ തോന്നാവുന്നൊരു കാര്യം അതിപ്പോഴും കണ്ടാൽ നമുക്ക് മടുക്കത്തില്ല. പിന്നെ എത്ര സിനിമകൾ ഒരു പ്രൊഡ്യൂസറുടെ 3 സിനിമ അടുപ്പിച്ച് ചെയ്യുക, 3ഉം വമ്പൻ ഹിറ്റാക്കുക, 3 സിനിമയും സംഗീതത്തിനും നൃത്തത്തിനും പ്രാധാന്യമുള്ള സിനിമകളാവുക. അത് ഒട്ടും ആരും അതിനെ പ്രശംസിക്കുകയോ പ്രകീർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നു നമുക്ക്. ബിസിനസ് അബ്ദുള്ളയിലെ പാട്ട്, മത്സരിച്ച് പാടുന്ന ആ പാട്ടിൻ്റെ ഓരോ ഷോട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലാണ് എടുത്തിരിക്കുന്നത്. ആ പാട്ടിൻ്റെ ഷോട്ട് ഇങ്ങനെ ആയിരുന്നു വരേണ്ടിയിരുന്നത്. അവസാനമായിട്ട് ആ ഒരു ക്രെയിൻ പോകുമ്പോഴുള്ള ലാലേട്ടൻ്റെ ആ ഇരിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല. അത്രയും ഒരു ഓൾറൗണ്ടറായിട്ടുള്ള ഡയറക്ടറാണ് സിബിച്ചേട്ടൻ. അപ്പോൾ സിബിച്ചേട്ടനൊന്നും ഇങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല. സിബിച്ചേട്ടൻ്റെ ആ സ്റ്റൈലിലുള്ള പടങ്ങൾക്ക് ഇന്നുമുണ്ട്, ഇന്നും മാർക്കറ്റുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് എന്നെപ്പോലുള്ളവർക്ക് വിഷമമാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ അഭിനയിക്കണം എന്നുള്ളൊരാഗ്രഹം. അല്ല, സിബിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ചേച്ചിക്ക് എന്താണ് എന്നും എനിക്ക് മനസ്സിലാവില്ല. അത് തോരാതെ പറയുവാണ്. തീർച്ചയായിട്ടും ആ ഒരു ബന്ധം എന്തുമാത്രമാണെന്ന് ആലോചിക്കണം. എപ്പോൾ കാണുമ്പോഴും ഇപ്പം എൻ്റെ മോൾ അഭിനയിക്കാൻ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സിബിച്ചേട്ടൻ്റെ കാലിൽ തൊട്ട് തൊഴാൻ പറഞ്ഞു. വലിയ സന്തോഷമായി സിബിച്ചേട്ടന്. അപ്പോൾ
നല്ല നല്ല മനസ്സും കൂടെ ഉള്ളവരാണ് അവരൊക്കെ. സിനിമയും എല്ലാം നന്നായിട്ട് നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. 100% അതെ. തീർച്ചയായിട്ടും. അന്ന് അത്രയും ഹിറ്റുകൾ അടിച്ച ആള് പിന്നീടും ഹിറ്റുകൾ തന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതേ സ്വഭാവം തന്നെയാണ്, മെയിൻറ്റെയിൻ ചെയ്യും. ഒരു മാറ്റവുമില്ല. സിബി സാറിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടാൽ നമുക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കാൻ തോന്നും. സത്യേട്ടനും പിന്നെ സിബിച്ചേട്ടനും ഒക്കെ ഉള്ളൊരു അനുഗ്രഹം അതാണ്. മറ്റു ചിലരുടെ അടുത്തേക്ക് നമുക്ക് ഒന്ന് ഫോൺ ചെയ്യാനോ സംസാരിക്കാനോ ഒക്കെ ഇവിടെ ഒരു അകൽച്ച തോന്നും. ഇവരോടൊന്നും അങ്ങനെ തോന്നൂല. വെറുതെ ചേട്ടാ എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു എന്ത് ചോദിക്കണം എന്നൊരു തോന്നലുണ്ടാവുകയുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ വീണ്ടും സജീവമാണ്. സത്യേട്ടൻ അദ്ദേഹത്തിന്റെ പാറ്റേണിൽ സജീവമായിട്ട് പോകുന്നുണ്ട്. ഇപ്പം വലിയ പുതിയ സിനിമയായിട്ട് വന്നു, മക്കളോട് കൂടി പുതിയ സിനിമയായിട്ട് വന്നു. അതൊക്കെയാണ് ഏറ്റവും. അനൂപിന്റെ പടത്തിലായാലും ചെറിയ പോർഷനേ ഉള്ളെങ്കിലും അതും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ എനിക്കത് ചെയ്യാൻ പറ്റി. അപ്പോഴും മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല. ചേച്ചി എന്നൊരു ആർട്ടിസ്റ്റിന് അപ്പുറത്തേക്ക് ഒരു സഹോദരി അല്ലെങ്കിൽ എന്താണ് സാധനം അത് തരുവാണ് ഇപ്പോഴും. അതൊരു ബന്ധങ്ങളാണ് ചേച്ചി. എല്ലാവരുടെ അടുത്തും ആ ബന്ധങ്ങൾ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ കുറെ നല്ല നല്ല ബന്ധങ്ങൾ, നല്ല സ്നേഹം തരുന്ന ബന്ധങ്ങൾ സിനിമ. സൗഹൃദം ഇങ്ങനെ നിലനിർത്തി പോകുന്ന ആളാണല്ലോ ചേച്ചി. തീർച്ചയായിട്ടും. പറഞ്ഞാൽ അവർക്കറിയാം ഞാൻ എപ്പോഴും വിളിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ അവരെപ്പോഴും എന്നെ വിളിച്ചില്ലെങ്കിലോ ഞാനില്ലാതെ അവർ സിനിമ എടുക്കുന്നു, അല്ല അവരുടേതല്ലാത്ത സിനിമകൾ ഞാൻ അഭിനയിക്കുന്നു. ഇതെല്ലാം ഒരു എന്താ പറയുന്നത്, അതൊക്കെ ഒരു പരിഭവത്തിൻ്റെ കാര്യങ്ങളേ അല്ല എന്നുള്ളത് അറിയാം, അവർക്കറിയാം. തീർച്ചയായിട്ടും. ചേച്ചി ലൊക്കേഷനിൽ ഇപ്പോൾ ഈ ഭരതനെ പറഞ്ഞല്ലോ, ലാലേട്ടനെ ആശ്വസിപ്പിക്കുന്ന ആളായിട്ട് അങ്ങനെ കുറേ ഏറ്റവും പൊട്ടിക്കരഞ്ഞ സീനുകൾ ഒത്തിരി സിനിമകളുണ്ട്. പിന്നീട് ആ സീനിൽ നിന്നും മാറാൻ സമയങ്ങൾ എടുക്കാറുണ്ട്? തീർച്ചയായിട്ടും. അത് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഞാൻ ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന സിനിമകൾ അച്ചുവിൻ്റെ അമ്പ തൊട്ട് ഇങ്ങോട്ട് നമുക്ക് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതൊക്കെ തന്നെയാണ് ഉള്ളൊഴുക്ക്. പടം വർക്ക് ചെയ്തപ്പോഴുള്ള നമുക്ക് എന്താ പറയുക, നമുക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ കാരണം 45 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ വിങ്ങി നിൽക്കുക എന്ന് പറയുന്നത്, ഞാൻ കട്ടെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്നിലേക്ക് മടങ്ങാൻ ഞാൻ തീർച്ചയായിട്ടും ശ്രമം നടത്തും. എങ്കിലും അതുപോലൊരു സിനിമ തന്നെയാണ് ആശയം. വീണ്ടും തിരിച്ച് എന്നിലേക്ക് ഞാൻ വരാൻ ശ്രമിക്കും. ഇപ്പോൾ യൂണിറ്റിലുള്ള എല്ലാ ഇന്നത്തെ തലമുറയിലെ പിള്ളേരായതുകൊണ്ട് എല്ലാവരെയും കളിച്ചും ചിരിച്ചും ഒക്കെ നിൽക്കും. പക്ഷെ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും അടുത്ത ഇമ്മീഡിയറ്റ് ഷോട്ടിൽ അങ്ങോട്ട് പോവുമല്ലേ. അത് മാനസികമായിട്ടുണ്ടാവുന്ന അല്ലേ ഒത്തിരി പ്രശ്നമാണ്. മലയാള സിനിമയിൽ എന്നും വിജയങ്ങളുണ്ടായ കാലഘട്ടമുണ്ടായിരുന്നു. ചില സിനിമകൾ പരാജയപ്പെടുന്നുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച് ലാലേട്ടന് നമുക്ക് പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ഒരു അവാർഡുമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ആ ഒരു അവാർഡിൽ മറ്റെല്ലാ പ്രതിഷേധങ്ങളും കെട്ടടങ്ങുകയും ചെയ്ത് അന്ന് ലാലേട്ടൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ലാലേട്ടൻ ഞാൻ ഡൽഹി വെച്ച് അവിടെ സ്റ്റേജിൽ കണ്ടു. പിന്നെ തീർച്ചയായിട്ടും കണ്ടല്ലോ. അന്ന് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും സംസാരിച്ചു. സുജയം കണ്ടു, ലാലേട്ടൻ കണ്ടു. ആ സ്റ്റേജിലൊക്കെ കയറുമ്പോൾ നമുക്കുണ്ടായ ഒരു മാനസികമായ വലിയൊരു സന്തോഷവും നിറവും ഉണ്ടല്ലോ. അത് പറഞ്ഞറിയിക്കാൻ പാടില്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഇനിയുള്ള യാത്രകളിൽ ഇപ്പം കുഞ്ഞാറ്റ സിനിമയിലേക്ക് വരുവാണല്ലേ. കുഞ്ഞാറ്റ സിനിമയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ മലയാളി പ്രേക്ഷകർ ഒത്തിരി പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് കുഞ്ഞാറ്റയുടെ വരവ്. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് കൽപ്പന ചേച്ചിയുടെ മോള് വന്നപ്പോഴും വളരെ പ്രതീക്ഷയാണ്. കുഞ്ഞാറ്റ സിനിമയിൽ വരണമെന്ന് ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതാണോ? കുഞ്ഞാറ്റ എങ്ങനെ പറയുകയാണ് ചെയ്തത്? എനിക്ക് അങ്ങനൊരു താല്പര്യമില്ലാഴിക എന്നുള്ളതല്ല. എനിക്കവൾ നല്ല പഠിക്കുമായിരുന്നു. അവൾ പഠിച്ച് കഴിഞ്ഞോടനെ ക്യാമ്പസിൽ നിന്ന് തന്നെ അവൾ ജോലി കയറി. അങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹം. ഞാനാണ് ഏറ്റവും ഒടുവിൽ സമ്മതിച്ചത്. എൻ്റെ ഹസ്ബൻഡ് ശിവൻചേട്ടനായിരുന്നു ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ. അവളുടെ ഡബ്സ്മാൻഷിപ്പ്, ഫോട്ടോസും അതും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും അദ്ദേഹമാണ്. കാരണം അവൾ ആഗ്രഹിക്കുമ്പം എന്തുകൊണ്ട് വന്നുകൂടാ, നിനക്ക് 13 വയസ്സ് മുതൽ നിനക്ക് വരാം. അവൾ പഠിത്തവും കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ് അവൾ മെച്ചൂർഡായി ഒറ്റയ്ക്ക് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തിയായി. എൻ്റെ ടെൻഷൻ വേറൊന്നുമല്ല, നല്ല ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്ത് ഇപ്പോൾ വരുന്ന എല്ലാ സിനിമകളിലും ഉള്ള ഒരു രീതി അനുസരിച്ച് ലോങ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സിനിമയുടെ മൊത്തം ഒരു ഘടന കിടക്കുന്നത്. എങ്കിലും ഒരു നന്നായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് എന്നൊരു പേരെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം, അതേ ഉള്ളൂ. അത് കുഞ്ഞാറ്റയ്ക്ക് എന്ത് സംശയിക്കണം ചേച്ചിയുടെ അല്ലേ? അതെന്തായാലും ചെയ്യും. എപ്പോഴും നല്ല പ്രസൻ്റായ മുഖമാണ്, ചിരിക്കുന്ന മുഖമാണ്, സംസാര രീതി അങ്ങനെയാണ്. അതുകൊണ്ട് ആ സിനിമയിൽ അങ്ങനെ തന്നെ വരുള്ളൂ. നല്ല കൈകളിലാണ് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് അവൾ നല്ലോണം പെർഫോം ചെയ്യുന്നുള്ള ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും കൽപ്പന ചേച്ചിയുടെ ഒരു മിക്സ്ചറാണ്. ഹ്യൂമറാണ് ഏറ്റവും ഇഷ്ടവും. അപ്പോൾ
അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം. ആ ഹ്യൂമർ കൈകാര്യം ചെയ്യാനും അങ്ങനെ പ്രകടിപ്പിക്കാനും കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് താല്പര്യം. അത് ഉറപ്പായിട്ടുണ്ടാകും. പണ്ടത്തെ ലൊക്കേഷനല്ല ഇപ്പോൾ. പണ്ടത്തെ ലൊക്കേഷനും ഈ ലൊക്കേഷനുമായിട്ട് വ്യത്യാസമുണ്ട്. പണ്ട് ഏറ്റവും മരത്തിൻ്റെ ചുവട്ടിയിരുന്ന് തമാശകൾ പറയുക, അല്ലെങ്കിൽ ചിരിച്ച് കഴിക്കുക, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അതിലൊക്കെ മാറി ഇപ്പോൾ ക്യാരവാനിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്കായി അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ്. അന്നത്തെ ലൊക്കേഷനിലും ഈ ലൊക്കേഷനിലേക്ക് വന്നപ്പം ചേച്ചിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇപ്പോഴും സ്റ്റിൽ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരു പെട്ടിക്കകത്ത് മറ്റേ സെല്ലുലാർ ജയിൽ പോലെ ഇതിനകത്തിരുന്നിട്ട് രാത്രിയൊന്നോ പകലെന്നോ അറിയത്തില്ല, സമയം നീങ്ങുന്ന അറിയുന്നില്ല, പുറത്തെന്ത് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് വലിയ മാനസിക പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കാരവനെ വിളിച്ച് എന്നെ ചുമ്മാ ഇരുത്തരുതെന്ന് ഞാൻ പറയും. ദയവ് ചെയ്ത് നിങ്ങളെന്നെ കാരവനെ കൊണ്ടുവന്നിരുത്തിയാൽ എടുക്കുക, എന്നെ അയക്കുക. കാരണം ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് അതൊന്നും പറ്റില്ല. ഞാൻ ആ സ്ഥലമൊക്കെ ഇത്തിരി ക്ഷീണം എന്നൊന്ന് പോയി തല ചായ്ക്കാം. പിന്നെ ഓഫ് കോഴ്സ് ഡ്രസ് ചേഞ്ച് ചെയ്യണം, ഇത് ചെയ്യണം. ഇന്ന് പണ്ടത്തെ പോലെ ഒരു പ്രൈവസി ഇല്ല. അപ്പോൾ അത് വേണ്ടത് നിർബന്ധമാണ്. ഒരു ടോയ്ലറ്റ് സംവിധാനം എല്ലാം ഉള്ളൊരു സ്ഥലം. പക്ഷേ എന്നിട്ട് അത് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമായിട്ട് എനിക്ക് പറ്റില്ല. എനിക്ക് ഓക്സിജൻ ശ്വസിക്കണം, പുറത്തു വരണം. ഞാനപ്പോൾ വെറുതെ ലൊക്കേഷൻ വന്നിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. വെളിയിൽ വന്നിരിക്കണം എനിക്ക്, കാറ്റ് കൊള്ളാം. കാരണം നമ്മൾ കുറേ വർഷം ശീലിച്ചതാണ്. അതിൻ്റെ ഒരു പ്രശ്നമാണത്. ആ കാലഘട്ടം എനിക്കൊന്നും ആൾക്കാരെയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഇരിക്കണം, അവരോടൊക്കെ സംസാരിക്കണം, ഇടയ്ക്ക് തമാശയൊക്കെ പറയണം, ഇല്ലെങ്കിൽ സ്റ്റക്കായി പോകും. പണ്ടത്തെ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ തമാശകൾ പറയുന്ന ഒരു വ്യക്തി ആരായിരുന്നു ചേച്ചിയോടൊപ്പം? അയ്യോ, ഒരുപാട് പേരുണ്ട്. അന്നൊന്നും ഞാനല്ലല്ലോ തമാശ പറയുന്ന ആളുകളുണ്ട്. എന്നെ പറ്റിക്കുക, എന്നെ കളിയാക്കുക, ഇങ്ങനെയുള്ള സായി ചേട്ടനാവട്ടെ, മുകേഷ് ചേട്ടനാവട്ടെ, ജയറാം, ഇതിൽ ആരാ കുറവ്? അന്ന് എൻ്റെ കൂടെ അഭിനയിച്ചവരെല്ലാം ഈ പണിയുമായിട്ട് മാത്രം നടക്കുന്നില്ല. കാരണം അവരുടെ വലിയ വലിയ തമാശകൾ എനിക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ ബ്ലിങ്ക് അടിച്ചിങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അത് പറഞ്ഞ് കളിയാക്കും. പിന്നെ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു വാക്കി കയറി പിടിച്ച് അത് പറഞ്ഞ് കളിയാക്കും. പിന്നെ പറ്റിക്കുക. ഇന്ന് 25-ാം തീയതി ആണെങ്കിൽ പറയും 24 ആയുള്ളൂ, 21 പറഞ്ഞിരിക്കുകയാണോ, കണ്ടോ? ഇന്ന് 24ആണോ 25ആണോ? ഇവർ ഈ കണ്ണുകൊണ്ട് കാണിക്കുന്ന നമ്മൾ കാണുന്നില്ല. ഒരു 24ആണോ? അല്ലല്ലോ. ഇതുപോലെ പെട്ടെന്ന് മൊബൈലൊന്നും എടുത്ത് നോക്കാൻ നിർത്തിയില്ലല്ലോ. അയ്യോ, ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് 25. വീട്ടിൽ ഇരിക്കുന്നവർക്കും വിവരമില്ലേ? കഷ്ടം. ഒരു ദിവസം അങ്ങ് മാറ്റി വെക്കുക, പ്ലേറ്റ് മറിക്കുന്ന പോലെ. ഇത് ഒരേ മുഖം വെച്ച് പറയും. അങ്ങനെയുള്ള അതൊക്കെ ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരും. അന്നും ദേഷ്യം വരും. വൈകുന്നേരമാകുമ്പോൾ ഇവരെല്ലാവരും എന്നെ പറ്റിച്ചല്ലോ സ്ഥിരമായിട്ട്. ജയറാമൊന്നും അതിന് ഒട്ടും മോശക്കാരനല്ല. വേണമെന്ന് ആഗ്രഹിച്ചതെല്ലാം കിട്ടിയെന്ന് വിശ്വസിക്കുന്നുള്ളൂ കഥാപാത്രങ്ങൾ. ഞാൻ ഒരു കഥാപാത്രം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ല എനിക്ക് കിട്ടിയത്. സിനിമയിൽ എന്തായാലും സിനിമയുടെ ഏതെങ്കിലും ഭാഗത്ത് തന്നെ വരും എന്ന് തോന്നലുണ്ടായിരുന്നു. ഒരു ടീച്ചറാവണം എന്നുള്ളതൊക്കെയായിരുന്നു വലിയ ആഗ്രഹം. കൂടെ ഒരു എഴുത്തും. അപ്പോൾ എല്ലാവരും സിനിമയിൽ, വീട്ടിൽ എല്ലാവരും സിനിമയിലായതുകൊണ്ട് എഴുതണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇപ്പോഴും കഥ കേൾക്കുക, സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുക, അതൊക്കെയാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം. അതിൽ വെറൈറ്റി ആയിട്ട് ചിന്തിക്കുക. അഭിനയം എന്ന് പറഞ്ഞത് വീണ് കിട്ടിയൊരു ലോട്ടറിയാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇതെൻ്റെ ജീവിതമാർഗമായി. അപ്പോൾ അത് മോശമാകരുത്. എൻ്റെ ജോലി ഞാൻ സിൻസിയറായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കഥാപാത്രം മനസ്സിലുണ്ടോ? ഒരുപാടുണ്ട്. പണ്ടത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ള എത്രയോ സിനിമകൾ നോക്കൂ. അതുപോലെയുള്ള ഒരുപാട് ഈ തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ കിട്ടിയതിൽ വെറൈറ്റി. ഞാൻ നിന്ന സമയത്തൊക്കെ മറ്റു നടികൾക്ക് കിട്ടാത്ത വ്യത്യസ്തത എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ ക്ലാസിക് ആക്ടേഴ്സ് ലൈക്ക് ഈ ജയഭാദുരി വളരെ നാച്ചുറലായിട്ടൊരു ആക്ട്രസ്സാണ്. അവർ വന്ന സമയം എന്ന് പറയുന്നത് കുറച്ച് നാടകീയ മുഹൂർത്തങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട ഒരു സമയത്താണ് വന്നത്. അപ്പോൾ പണ്ടത്തെ നടി സാവിത്രി, ശിവാജി ഗണേശൻ്റെ കൂടെ 9 റോൾ അഭിനയിക്കുന്ന സിനിമയിൽ ആ 9 റോളിനൊപ്പവും വളരെ അനായാസം അഭിനയിച്ച നടിയാണ്. ഹ്യൂമറൊക്കെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള സ്ത്രീയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പഴയ ആക്ടേഴ്സ്, മനോരമ, സുകുമാരിയമ്മ, KPC ലളിത ചേച്ചി, ഒത്തിരി ആക്ടേഴ്സുണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളവർ. അവരൊക്കെ ചെയ്ത വെറൈറ്റിയൊക്കെ ഒരു ഹീറോയിനായതുകൊണ്ട് പലപ്പോഴും എനിക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഇപ്പോഴും ആ ഹീറോയിൻ അത് ലെവലിൽ തന്നെ നിന്നുകൊണ്ട് അതൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതെ, അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം ഫലിക്കുന്നുണ്ട്. ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് അപ്പോൾ അവരെ അത്രയും നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്നത്തെ ജനറേഷൻ വരെയുള്ളവർ അവരെ ഇഷ്ടപ്പെട്ടിരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം.
ഏതെങ്കിലും സിനിമ നമ്മൾ ആഗ്രഹിച്ച് നമ്മളോട് കഥ പറഞ്ഞിട്ട് ആ സിനിമ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരുപാട് സിനിമകൾ അതൊക്കെ നന്നായി എന്നേ തോന്നിയിട്ടുള്ളൂ, അല്ല അത് മോശമായെന്ന് തോന്നിയിട്ടില്ല. അവർ പറയുമായിരിക്കും ഉണ്ടോ പ്രാവശ്യം എന്ന് അഭിനയിച്ചെന്തെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെടുന്ന ഇത് മെച്ചമല്ലേ, ഒന്നിനെ പോലെ ഒന്നുമില്ലല്ലോ. കുറേ മിസ്സായ സിനിമ, കിലുക്കം, ചിത്രം പോലുള്ള സിനിമകളൊക്കെ നല്ല രസമായിട്ട് ഓടിയില്ലേ സിനിമകളൊക്കെ. അവിടെയൊക്കെ ചേച്ചി വന്നതാണോ? പിന്നെ തീർച്ചയായിട്ടും. അതല്ലേ? അതെ 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 അതെ. പിന്നെ എന്തുകൊണ്ട് വേണ്ട? അങ്ങനല്ലല്ലോ, അന്ന് എത്ര സിനിമകളുമായിട്ട് ഓടി നടക്കില്ലേ ഇതിലെ. സമയം കിട്ടുന്നില്ല. പിന്നെ 15 ദിവസം കൊണ്ടും 18 ദിവസം കൊണ്ടും പടം തീർക്കുന്നതിനിടയ്ക്ക് ഒരു സിനിമയിൽ എനിക്ക് 7 ദിവസം വർക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത ഷൂട്ടിങ്ങിന് അവിടെ ആയിരിക്കും. പല സിനിമകളും മിസ്സാവും, ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ അതിലൊന്നും നഷ്ടബോധമൊന്നുമില്ല. നമ്മൾ ചെയ്തില്ലെങ്കിൽ ഉഗ്രനായില്ലേ, അത്രയും 2 സിനിമകൾ ഹിറ്റാണ്. അതുപോലെ ഒരുപാട് സിനിമകളുണ്ട്. അതെ 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 അതെ. അപ്പൊ ചില സിനിമകൾ എന്ന് പറഞ്ഞാൽ ചിലത് നടക്കാതെ പോയിട്ടുള്ള സിനിമകളുണ്ട്. നമ്മൾ റിഫ്യൂസ് ചെയ്ത കാരണം ആ പ്രോജക്റ്റ് മാറിപ്പോയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനെ ഓർത്തൊരു ചെറിയ വിഷമമുണ്ട്. അതിൽ നിന്ന് ഒരു രക്ഷപ്പെട്ട സിനിമയാണൊരു ഉള്ളൊഴുക്കം എന്നുള്ളൊരു സന്തോഷമുണ്ട് കൂട്ടത്തിൽ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് സിനിമയിൽ. എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവോ? എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഒരു മാറ്റവും ഇല്ല. എപ്പോഴും ഭദ്രതയോടുകൂടി എല്ലാ സംവിധായകരും ഒക്കെയാണ്. ചേച്ചിക്കെന്നും ചേച്ചിയുടെ അഭിനയം ആ ഉള്ളെങ്കിൽ ഭദ്രതയാണെന്ന് തോന്നിയ സംവിധായകൻ ആരായിരിക്കും? ഒത്തിരി പേര് പറയാനുണ്ട്. കാരണം വേണു നാഗവള്ളിച്ചേട്ടനും സത്യേട്ടനും 100% എന്നെ മാനറിസംസ് അറിയാവുന്നവരാണ്. അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം എന്നുള്ളതിലുപരി അവർക്ക് എന്നെ അറിയാം. എന്നെ വെച്ച് എങ്ങനെ പെർഫോം ചെയ്യിക്കണമെന്നും എങ്ങനെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ അറിയാം അവർക്ക്. ആ സിനിമകളിൽ എപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് ഞാനായിരിക്കും. അതാണ് ഏറ്റവും. പിന്നെ ഒരു ഡയറക്ടറായിട്ട് ഇനി ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത IV ശശിയുടെ സിനിമകളിൽ തുടർച്ചയായിട്ട് കുറേ വേഷങ്ങൾ ചെയ്യാൻ പറ്റി. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് പകരം, അദ്ദേഹം ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശരിക്കും. ഇനിയൊരു റീപ്ലേസ്മെൻറ്റ് മലയാള സിനിമയെന്നല്ല, ഇന്ത്യൻ സിനിമയെ പോലും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മലയാളത്തിലെ ചെറിയ ബഡ്ജറ്റിലാണ് 1921 സിനിമ എടുത്തത്. അപ്പോൾ ആ സിനിമയുടെ വലിപ്പം നമ്മൾ കാണണം. അത്രയും പേരെ വെച്ചിട്ട് MSPയും KSPയും അങ്ങനെ ഒറിജിനൽ എന്താ പറയുക, ഖിലാഫത്ത്, പിന്നെ സിനിമയിൽ തന്നെ അന്ന് മലയാള സിനിമയിലുള്ള എല്ലാവരും, അതെ അതെ, മധുവങ്കൾ മുതൽ ഏറ്റവും അന്ന് പുതിയതായിട്ട് വന്ന സുരേഷ് ഗോപി വരെയുള്ള നായകന്മാർ, അങ്ങനൊരു വലിയ ക്യാൻവാസിൽ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോയത് അന്ന് മാറുമറയ്ക്കാൻ അവകാശമില്ലാത്ത സ്ത്രീകളെ, തമ്പുരാൻ്റെ വീട്ടിൻ്റെ നടയിൽ കുറേ സ്ത്രീകൾ മാറുമറയ്ക്കാൻ നിൽക്കുന്ന ഷോട്ടുണ്ട്. അപ്പോൾ 39 വർഷത്തിന് മുൻപ് അങ്ങനെ ഒരു ഷോട്ടിനെ പറ്റി ആരും മോശമായിട്ട് പരാമർശിക്കപ്പെട്ടില്ല. ഒരു നടനോ നടിയോ ഈ സിനിമ അഭിനയിച്ചു ഇങ്ങനെ ആരും അതിനെ ഒരു മോശമായിട്ട് കണ്ടതുമില്ല. അത്രയും ക്രൗഡഡായ ഒരു സിനിമ. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം, എങ്ങനെ എടുത്തു ആ ബഡ്ജറ്റിൽ ആ സിനിമ. അങ്ങനൊരു എന്താ പറയുന്നൊരു ക്യാമറ കണ്ണുകളുള്ളൊരു മനുഷ്യൻ, ഉഗ്രൻ ഡയറക്ടറാണ്. ഇത്രയും വെറൈറ്റി സിനിമ അന്നത്തെ കാലത്ത്. പിന്നെ ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ധൈര്യപൂർവ്വം ഇമോഷണൽ ആക്ടേഴ്സാക്കി വർക്ക് ചെയ്ത ഡയറക്ടർ. അന്ന് മറ്റൊരു സംവിധായകനും അത് ചെയ്യാൻ പറ്റില്ല. കൽപ്പന ചേച്ചിയും ജഗദീഷിനെയും വരെ വെച്ച് ഇൻസ്പെക്ടർ ബൽറാമിന് നല്ലൊരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്. വളരെ സീരിയസ് ട്രാക്കാണ്, പക്ഷെ ഒരു നാച്ചുറൽ ഹ്യൂമർ കാണാം. സബ് ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും. അപ്പം അങ്ങനെയൊക്കെ ബഹദൂറങ്കളിനെയും കുതിരവട്ടം പപ്പുവിനെയൊക്കെ പിന്നെ ഇമോഷണൽ സീൻസ് ചെയ്യിപ്പിച്ച അദ്ദേഹമാണ്. വില്ലൻ ബാലൻ കെ നായരെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്രേറ്റ് ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. വലിയ ഭാഗ്യമാണ് ചേച്ചി. ആ കാലഘട്ടം കൊണ്ട് ഇപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ ആളുകൾ അഭിനയിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ ഇപ്പോൾ ചേച്ചി മാത്രമേ ഉള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെയുള്ള യാത്രയിൽ വളരെ ചുരുക്കം ആളുകളുള്ളൂ. ഇപ്പം നമുക്ക് എടുത്തു നോക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ അന്ന് കാലത്ത് ഇപ്പം നിൽക്കുന്നുണ്ട്. അത് വേറെ വെറൈറ്റിയിലേക്ക് മാറി. ജഗദീഷ് അച്ഛൻ വേഷങ്ങളുമായിട്ട് വന്നിട്ട് ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് ജഗദീഷ്, അങ്ങനെ ഓരോ ആളുകളും മാറിയിട്ടുണ്ട്. കൽപ്പന ചേച്ചിയുടെ അഭിനയം മികവ്, അതിന് പകരം ഇന്ന് വരെ ഒരാളും വന്നിട്ടില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ന് വരെ ചില ആളുകൾ മാറിയിട്ടാണ് അടുത്ത ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ചേച്ചിയുടെ ഈ കുറവ് നികത്താൻ ഇന്ന് വരെ ഒരു താരത്തിനും കഴിഞ്ഞിട്ടില്ല എന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചേച്ചിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അവളുള്ള സീരിയസ് റോൾസൊക്കെ തമിഴിൽ അവൾ ചെയ്തിരിക്കുന്ന കാണണം. അവൾ അങ്ങനെ ചെയ്യാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. യാദൃശ്യമായിട്ട് ഇങ്ങനെയായി. കൊച്ചിലെ മുതൽ 100% ഒരു കലാകാരിയായിട്ട് തന്നെയാണ് അവൾ വളർന്നത്. അർഹിക്കുന്ന അംഗീകാരം സിനിമയിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ ഒരാഗ്രഹമുണ്ട്, നല്ല ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്നവർക്ക്, അത് നായിക ആയിക്കോട്ടെ
സബ് ക്യാരക്ടർ അവളുടെ പേരിൽ ഒരു അവാർഡ് ഉണ്ടാകണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. പ്രഖ്യാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു അവാർഡ് കൽപ്പന എന്നുള്ള പേരിൽ. കാരണം സജീവമായിട്ട് മലയാള സിനിമയിൽ നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് പോയിട്ടുണ്ടാവും. നമ്മൾ അതിനെ ഒരു നിബന്ധനയോ അല്ലെങ്കിൽ നിർദ്ദേശമോ എന്നല്ല പറയുന്നത്, പക്ഷെ ഒരാഗ്രഹമുണ്ട്. ചേച്ചിക്ക് വിരോധമില്ലെങ്കിൽ നമ്മളൊരു അവാർഡ് ഷോ നടത്താൻ പോവാണ്, വലിയ അവാർഡ് ഷോ കേരളത്തിൽ. ആ കൽപ്പന ചേച്ചിയുടെ പേരിൽ ഒരു അവാർഡ് കൊടുക്കാൻ അനുമതി കുടുംബം തന്നാൽ നമ്മൾ അവാർഡ് കൊടുക്കാൻ തയ്യാറാവുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ വെച്ച് പ്രേക്ഷകർ നമ്മൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ. നമ്മുടെ അവാർഡ് നിർണ്ണയം ഇങ്ങനെയാണ്. ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് യാത്ര ചെയ്യാൻ പോവുകയാണ്. അത് പരസ്യമാവട്ടെ, ഇപ്പോൾ ജൂറിയൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഒരു അവാർഡ് നിർണ്ണയത്തിലേക്ക് നമ്മുടെ വണ്ടു ടോക്സ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു അവാർഡ് ഷോ ആണ്. അതിലേക്ക് കൽപ്പന ചേച്ചിയുടെ പേരിൽ ഒരു അവാർഡ് അനുമതി ചേച്ചി തന്നിരിക്കും. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹിച്ച ഈ ഡിസംബർ മാസത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അത് ഉറപ്പ് ഈ വേദിയിൽ വെച്ച് ചേച്ചിക്ക് തരികയാണ്. താങ്ക് യു. അങ്ങനെ ചേച്ചി പറയുമ്പോൾ അത് നമ്മൾ നടത്താനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേരിൽ ഒരു അവാർഡ് കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം. തീർച്ചയായിട്ടും അതൊരു ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയും ഉടനെ അത് ശരിയെന്ന് പറയുകയും നടത്താനിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. നന്നായി. തീർച്ചയായിട്ടും എൻ്റെ സഹകരണം അതിലുണ്ടാവും. എൻ്റെ സന്തോഷപൂർവ്വമുള്ള സഹകരണം തന്നെ ഉണ്ടാവും. താങ്ക് യു. അത് ഉറപ്പായിട്ടും ചെയ്യും ചേച്ചി. ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം നമുക്ക്. ഇതെനിക്ക് ഭയങ്കര ഹാർട്ടിൽ ടച്ച് ചെയ്തു. അത് അനുമതി കിട്ടിയതോടുകൂടി അത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നൊരു സംഘടനയാണ്. ഇനി ചുമ്മാ ഒന്ന് വട്ടം കറങ്ങി പോകാം. താരസംഘടന അമ്മയിൽ കാരണം 2 മിനിറ്റ് കൊണ്ട് തീർക്കാം. താരസംഘടന അമ്മയിലേക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ ചേച്ചി? അറിയുന്നുണ്ടോ കാര്യങ്ങൾ? താരസംഘടന അമ്മയിൽ ഇപ്പോൾ പുതിയ സംഘടനയൊക്കെ വന്ന് വനിതകൾ 8 പേര് ആദ്യമായിട്ട് വനിതകൾ വന്ന് അതൊരു പ്രതീക്ഷയല്ലേ നമുക്ക്? കാരണം പലരും പറഞ്ഞതാണ് അമ്മ എന്ന പേര് ഇട്ടിട്ട് സ്ത്രീകൾക്ക് അതിൽ സാന്നിധ്യം വളരെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞു പോയി എന്നൊക്കെ. തീർച്ചയായിട്ടും അവർ കഴിവ് തെളിയിക്കുമല്ലോ, സ്ത്രീകളെ കൊണ്ട് സാധിക്കും. ഒന്നേ ഉള്ളൂ, അവിടുത്തെ ഫണ്ട് നിലനിർത്താനുള്ള വഴി അതുണ്ടാവണം. ഇതുവരെ നടന്നു വന്ന സൽക്കർമ്മങ്ങളെല്ലാം ഒരു മുട്ടുമില്ലാതെ നടക്കണം. അത് മാത്രമല്ല, സ്ത്രീകളായിട്ട് ഏറ്റെടുക്കുമ്പം കൂടുതൽ സ്ത്രീകൾക്ക് ഫലപ്രദമായ കാര്യങ്ങൾ, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, പൊതുവേ തന്നെ സംഘടനയിലെ അംഗങ്ങൾക്ക് ഉള്ള കാര്യങ്ങളിലെല്ലാം മെച്ചപ്പെട്ട പ്രകടനം ഒരു കാഴ്ചവെക്കണം. ഫണ്ട് റൈസിങ് ആണല്ലോ വലിയൊരു കാര്യമെന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ സൂപ്പർ സ്റ്റാറുകളെയൊക്കെ നമ്മൾ എന്തുകൊണ്ട് ആ സ്ഥാനത്ത് അവരുടെ എക്സ്പീരിയൻസും അവരുടെ പക്വതയും പിന്നെ അവരെ വിശ്വസിക്കും മറ്റുള്ളവർ, അവർ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കുകളെ വിശ്വസിക്കുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ അത് എല്ലാവരും പ്രൂവ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഇനി പ്രൂവ് ചെയ്യിക്കണം, അവരെ ചെയ്ത് കാണിക്കണം. അതിനുവേണ്ടി വെയിറ്റിംഗിലാണ്. തീർച്ചയായിട്ടും ചേച്ചിയൊക്കെ ഒരു സംഘടനയെ തലപ്പത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും വരുമെന്ന് ഇത്തവണയൊക്കെ വരുമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. എല്ലാവരും ആഗ്രഹിച്ചു, എല്ലാവരും നിർബന്ധിച്ചു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, സത്യമാണ്. പക്ഷെ അവിടെ അതിനകത്തുള്ള കാര്യങ്ങളുടെ വസ്തുതകളൊന്നും അറിയാതെ പെട്ടെന്ന് എടുത്തിയാടിപ്പോയി കുടുങ്ങാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ഞാനൊന്ന് അറിയാൻ ശ്രമിക്കട്ടെ. അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ഭാവിയിൽ അപ്പോഴാകട്ടെ നോക്കാം. അപ്പോഴാകണം. എന്തായാലും ചേച്ചി ഒത്തിരി സമയം എനിക്ക് അനുഭവിച്ചു. ആ സമയത്ത് നമ്മൾ എല്ലാവരെയും ടച്ച് ചെയ്ത് പോയെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടത് നമ്മളെക്കുറിച്ച് സ്വയമല്ലല്ലോ, നമ്മൾ ബഹുമാനിക്കുന്ന ഒത്തിരി പേരെക്കുറിച്ചും ഹൈദര് ഇപ്പം ഇതിൽ സംസാരിക്കാൻ പറ്റിയത് എനിക്ക് വലിയ സന്തോഷം. കുറേ നല്ല ഡയറക്ടേഴ്സിനെ കുറിച്ചും അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും ആർട്ടിസ്റ്റുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. കുറേ പടങ്ങൾ അങ്ങനെ പോയി ഇന്നത്തെ തലമുറയെക്കുറിച്ചും പറയാൻ പറ്റി. താങ്ക് യു സോ മച്ച് ഹൈദർ. ഒത്തിരി സന്തോഷം ചേച്ചി. ഇനിയും ഒത്തിരി നല്ല സിനിമ വയ്ക്കുക. നാഷണൽ അവാർഡുകളുടെ എണ്ണം കൂട്ടുക, സ്റ്റേറ്റ് അവാർഡിൻ്റെ എണ്ണം കൂട്ടുക. അതിനപ്പുറം ആ പ്രേക്ഷകരുടെ അവാർഡാണ് ഏറ്റവും വലുത്. അതാണ് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും അത് എക്കാലത്തെയും വലിയ പുരസ്കാരമായിട്ട് തന്നെ ഞാൻ കണക്കാക്കും. ഓക്കെ, ഒത്തിരി സന്തോഷം. താങ്ക് യു. ഞാൻ പറഞ്ഞ വാക്കിന് മാറ്റമില്ല. ചേച്ചിയുടെ പേരിൽ ഒരു അവാർഡ്, ഞാൻ കൽപ്പന ചേച്ചിയുടെ പേരിൽ അവാർഡ് നമ്മൾ കൊടുക്കും, അത് ഏർപ്പെടുത്തും. ചേച്ചിയുടെയും കുടുംബത്തിൻ്റെ എല്ലാ സപ്പോർട്ടും നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു യാത്രയും തുടങ്ങാം. ഒത്തിരി സന്തോഷം. താങ്ക് യു.